ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ ഫ്രൂട്ട്സ് കേക്കാണ് കേട്ടോ. ഫ്രൂട്ട് കേക്കിനാകുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതേപോലെ വിനാഗിരി ഒഴിച്ചിട്ട് ഒരു ലൈറ്റ് ചൂടുവെള്ളത്തിൽ ഫ്രൂട്ട്സുകൾ ഒരു 3 മണിക്കൂർ ഇട്ട് വയ്ക്കണം കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ നേരത്തെ വാങ്ങി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് വെള്ളമൊക്കെ ഊറ്റി ഒരു 3-4 വട്ടം കഴുകി കളഞ്ഞ് നമ്മൾ കട്ട് ചെയ്തതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞേ കട്ട് ചെയ്ത് ഒരു കേക്കിനുള്ള ഫ്രൂട്ട്സാണിത് കേട്ടോ. അപ്പോൾ ഇന്ന് മെയ് 1-ാം തീയതിക്കുള്ള ഓർഡറാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരമാണ് കേക്കിൻ്റെ ഓർഡർ. അതുകൊണ്ട് അന്ന് രാവിലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് കേക്ക് ആയത് കാരണം അതിൽ വെള്ളം വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കുറേ ടൈം മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം ഇറങ്ങും ചിലപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അധികം ഇപ്പോൾ വൈകുന്നേരത്തേക്കാണെങ്കിൽ രാവിലെ ചെയ്ത് വയ്ക്കുക. അതേപോലെ രാവിലേക്കാണെങ്കിൽ നമ്മളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു രാത്രി ഒരു 10-11 മണിക്ക് 12 മണിക്കൊക്കെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അത് സെറ്റായിക്കോളും. പിന്നെ ഇത് എൻ്റെ ഫ്രണ്ട്സ് ആശ അതേപോലെ പ്രവീണ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. 2 കേക്കാണ് ചെയ്യുന്നത്. രണ്ടും ഫ്രൂട്ട്സ് കേക്ക് തന്നെയാണ് കേട്ടോ. ആശ ഓർഡർ ചെയ്തിട്ടുള്ളത് അവളുടെ അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അധികം മധുരം ഞാൻ ചേർക്കണില്ല. ഇത് സാധാരണ വേണമെങ്കിൽ ഈ ഫ്രൂട്ട്സുകൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്യണ്ട. അതിന് മുമ്പ് തന്നെ ഒരു കളർ വരില്ലേ ഉരുക്കുമ്പോൾ, അതിൽ കുറച്ച് വെള്ളം ഒരു 2-3 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയാൽ അത് നല്ലോണം മധുരമൊക്കെ ഉണ്ടാവും കേട്ടോ ഫ്രൂട്ട്സിന്. പിന്നെ ഇതിൽ നമ്മൾ പെട്ടത് നട്ട്സാണ് കേട്ടോ. അത് വാൾനട്ട് ഇട്ടുണ്ട്, അതേപോലെ പിസ്ത ഇട്ടുണ്ട്, ബദാം ഇട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. അത്രയാണ് ഇട്ടിരിക്കണം. പിന്നെ നമ്മൾ കുറച്ച് ക്രീം മാത്രമേ ഇതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഉള്ളിലത്തെ 2 ലെയറിനുള്ളതാണ്. 2 ലെയറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സാണിത് കേട്ടോ. ഉള്ളിലത്തെ ആ ലെയർ നല്ലോണം കട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്രൂട്ട്സ് അല്ല, അപ്പോൾ അത് കടിക്കാൻ കിട്ടണമെങ്കിൽ തന്നെ നന്നായി സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ എന്താ പറയുക, ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മൾ കാരമലൈസ് ചെയ്തിട്ട് ഫ്രൂട്ട്സ് ഞാൻ ചെയ്യാൻ പറഞ്ഞില്ലേ, അത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. കാരമലൈസ് ചെയ്യുക പറഞ്ഞാൽ കറുപ്പിച്ച് ആ എന്താ പറയുക കഴിക്കുന്ന കളറാക്കരുത് കേട്ടോ. അല്ലാണ്ട് തന്നെ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്താ പറയുക ഈ കേക്ക് നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്യണം. അതിന് ശേഷം നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്രൂട്ട്സിൻ്റെ അതുപോലെ എന്താ പറയുക ക്രീം തേച്ചിട്ടില്ല, അത് നമ്മൾ നന്നായിട്ട് ഇതിൽ കുറേശ്ശെ എടുത്തിട്ട് 4 ഭാഗത്തേക്ക് നല്ലോണം അങ്ങോട്ട് അമർത്തിയിട്ടൊന്നും അങ്ങനെ നമ്മുടെ ക്രീം തേക്കുന്നത് പോലെ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കുറേശ്ശെ ഇങ്ങനെ തേച്ചിട്ട് 4 ഭാഗത്തേക്കും ക്രീമും ഫ്രൂട്ട്സും കൂട്ടിയിട്ട് നമ്മൾ അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക ചെയ്യേണ്ടത്. 2 കേക്കും 1.5 കിലോൻ്റെ കേക്കാണ് കേട്ടോ. ഫ്രൂട്ട് കേക്കിന് നമ്മൾ 1 കിലോന് 1000 രൂപ വെച്ചിട്ടാണ് നമ്മൾ മേടിക്കുന്നത്. പിന്നെ റേറ്റ് കുറവിൻ്റെ ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതിൽ നമ്മൾ ഇത്രയും ഫ്രൂട്ട്സുകൾ ചേർക്കില്ല. അതായത് നമ്മൾ സ്ട്രോബെറി, അതേപോലെ കിവി, അതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട്, ഇതിനൊക്കെ നല്ല റേറ്റല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള റേറ്റ് നമ്മൾ കൂട്ടി പറയണം. അപ്പോൾ ഇനിയിപ്പോൾ അതല്ല, നമുക്കിപ്പോൾ ഫ്രൂട്ട് കേക്ക് തന്നെ ജസ്റ്റ് ചുവപ്പ് മുന്തിരിയും പച്ചമുന്തിരിയും വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പൈനാപ്പിൾ അത്രയും വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ റേറ്റ് കുറവ് മേടിച്ചാൽ മതി കേട്ടോ. ഇത് ആശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്തിരി ഹെവി ആയിട്ട് കഴിക്കണോളാം. അപ്പോൾ പിന്നെ ഹെവി ആയിട്ട് തന്നെ ഇരുന്നോട്ടെ വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമല്ലേ. അതായത് നല്ല ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് നന്നായി നല്ല ടേസ്റ്റിൽ കഴിക്കണതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം എന്നല്ല അങ്ങനെ റേറ്റ് അതായത് റേറ്റ് ചോദിക്കണവർക്ക് നമ്മുടെ ഇപ്പോൾ ആശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെയും പൈസയുടെ കാര്യം ചോദിക്കില്ല, കേക്ക് ഓർഡർ ചെയ്യുള്ളൂ. ഇതിന് എത്ര രൂപയെന്ന് ചോദിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഏതൊക്കെ ഫ്രൂട്ട്സാണ് കിട്ടുക അതിനനുസരിച്ച് നമ്മൾ അവർക്ക് റേറ്റ് പറയാറ് കേട്ടോ.
ഫ്രണ്ട്സ് ആയതുകൊണ്ട് പൈസ തരാതിരിക്കൊന്നുമില്ല. ആൾക്ക് കറക്റ്റായിട്ട് എല്ലാവരും പൈസ തരും. പിന്നെ എന്താ പറയുക, പിന്നെ ഇതിൽ എന്താ നമ്മൾ കുറച്ച് സ്ട്രോബെറി, ഇതെല്ലാം ഉള്ളിൽ ആഡ് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ മുകളിലും വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ ആപ്പിൾ സെറ്റ് ചെയ്തു, അതേപോലെ കുറച്ച് കിവി സെറ്റ് ചെയ്തു, പിന്നെ സ്ട്രോബെറി സെറ്റ് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം, ഫ്രൂട്ട് കേക്കല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് ഇന്ന മാതിരി ചെയ്യണം അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. ഇത് മെയ് 1 തീയതിക്കാണ് അവളുടെ അമ്മയുടെ പിറന്നാൾ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ നേരത്തെ എണീറ്റിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ തന്നെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തലേന്ന് രാത്രി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ കാലത്ത് പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേണം. ഫ്രൂട്ട്സുകളൊക്കെ നല്ലോണം ഉപ്പിലും അതേപോലെ നേരത്തെ പറഞ്ഞല്ലോ വിനാഗിരി, മഞ്ഞൾപ്പൊടി ഇതിലിട്ട് വെച്ച് ലൈറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് നന്നായി തന്നെ കഴുകിയെടുക്കണം കേട്ടോ. എന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ വിഷം പോവുള്ളൂ. പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെയൊക്കെ ലെവലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റും കേട്ടോ. ഇതിപ്പോൾ നമുക്കിതിൻ്റെ മോള് മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് ജസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അല്ല, പിന്നെ ഇനിയിപ്പോൾ ആദ്യം പിന്നെ ചുവന്ന മുന്തിരിയും പച്ചമുന്തിരിയൊക്കെ ഞാൻ ഇടയിൽ വെച്ച് കൊടുത്തു. പിന്നെ അതെടുത്തിട്ട് മാറ്റിയിട്ട് ഞാൻ അത് വേറെ തരത്തിൽ സെറ്റ് ചെയ്തു കേട്ടോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നല്ലേ പറയുക. അതിൽ കുറേ ഇൻഫെക്റ്റ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളതിലേക്ക് എഫക്റ്റ് ചെയ്യും. അതായത് ഒരു നല്ല ഫ്രണ്ട്സാണെങ്കിൽ നമ്മളെ കേൾക്കണവരായിരിക്കണം. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ അവരോട് പറയുമ്പോൾ അവർക്ക് നമ്മളത് എന്താ പറയുക, നല്ലതാണെങ്കിൽ അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ആദ്യം നല്ല വഴിക്ക് കൊണ്ടുവരാനും, ചീത്തയാണെങ്കിൽ അത് പറഞ്ഞ് തിരുത്താനൊക്കെ കഴിവുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുമാർ എപ്പോഴും നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തിരുത്തുന്നവരും കൂടി ആവണം കേട്ടോ. എന്താ പറയുക, ഒരു മനുഷ്യന്മാരായിട്ടുണ്ടെങ്കിൽ നല്ലതും ചീത്തതും എല്ലാതും ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് തന്നെ പിന്നെ നമ്മൾ അവർ പറയുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനും കൂടി തയ്യാറാവണം. പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് അക്സെപ്റ്റ് ചെയ്യണം. എന്താ പറഞ്ഞാൽ ചീത്തകൾ മാത്രം അവർ പറഞ്ഞു തരിക, അല്ലെങ്കിൽ നമ്മളടുത്തുള്ള ചീത്തകൾ അവർ നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് നമ്മൾക്ക് ദേഷ്യം വന്നിട്ട് കാര്യമില്ലല്ലോ. അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി തന്നെ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടുവിലൊരു സ്ട്രോബെറി വെച്ച് കൊടുത്തു കേട്ടോ. നടുവിൽ തന്നെയാണ് ഞാൻ ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് എഴുതാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ഫുൾ എഴുതിയിട്ടില്ലെങ്കിൽ HBD എന്ന് എഴുതിയാലും മതിയല്ലോ. അപ്പോൾ ഈ കേക്ക് കൊടുത്തപ്പോൾ ആശയ്ക്ക് നല്ല ഇഷ്ടമായി, അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമായി പറഞ്ഞിട്ട് അവൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോയ്ക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉണ്ടാക്കി അപ്പം തന്നെ എനിക്ക് എന്താ പറയുന്ന നല്ല തിരക്കായതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ കുറച്ച് 2 ദിവസം ഡിലേ ആയി കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഫ്രൂട്ട്സ് കേക്ക് ഞാൻ ഇന്നലെ ചെയ്തത്, 2-ാം തീയതി ചെയ്തത്. അപ്പം മെയ് 1, മെയ് 2 ആ 2 ദിവസങ്ങളിലായിട്ട് ചെയ്തിട്ടുള്ള കേക്കാണിത് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ ഒരുമിച്ച് എന്താ പറയുക യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. ഇങ്ങനെ നോക്കുമ്പോഴേ തീരെ സുഖമില്ല, കണ്ടില്ലേ? ചുവപ്പ് മുന്തിരികളും പച്ചമുന്തിരികളും അവിടെ ഇവിടെയും കിടക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പം ഞാൻ അതെടുത്തിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിമറിച്ചു. അതറിയാലോ നിങ്ങൾക്ക്, ഞാൻ എപ്പോഴും കേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിമറിക്കാറുണ്ട്. പിന്നെ എല്ലാ സാഹചര്യങ്ങളിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും കേക്കുകളൊക്കെ അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ കുറേയിട്ട് പിന്നെ ഫ്രൂട്ട്സ് കേക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടയ്ക്ക് ഇത് കണ്ടില്ലേ, കിലോന് 1.5 കിലോ കേക്കാണ് കേട്ടോ. അതിൽ ഫ്രൂട്ട്സുകളും നല്ല ഫ്രൂട്ട്സുകൾ കുറച്ചൊക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പോൾ 1 കിലോൻ്റെ കേക്കാണെങ്കിൽ ഇത്രയ്ക്കൊന്നും ഫ്രൂട്ട്സൊന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പ്രവീണയ്ക്കുള്ള കേക്കാണ് കേട്ടോ. പ്രവീണനെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ആദ്യമായിട്ട് അവളുടെ സ്കൂളിലേക്ക് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഒക്കെ ആയിട്ട് 10-21 കേക്ക് ഓർഡർ ചെയ്തെന്ന കഥ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ
അതും ഞാൻ കേക്ക് പഠിച്ച് ഇറങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോഴാണ് അവൾ തന്നിട്ടുള്ളത് ഓർഡർ. ആ സമയത്ത് അത്രയും വലിയ ഓർഡർ തന്നപ്പോൾ തന്നെ ഞാൻ എടുത്തു. പിന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കേക്കുകളും ഉണ്ടാക്കുന്നതെല്ലാം വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ എന്താ പറയുക, ലൈക്ക് അടിക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ രാവിലെ ഞാൻ മെയ് 2 രാവിലെയാണ് വൈകുന്നേരം കൊടുക്കേണ്ട കേക്ക് തന്നെയാണതും. അപ്പോൾ അത് 2 കേക്കും എത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്തിട്ടോ. ഒന്ന് നാട്ടിൻ ചിരക്കുള്ള കേക്കാണ്. പിന്നെ മറ്റേ കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേസ് സെൻറ്റർ സ്കൂളിൻ്റെ അവിടുന്ന് കുറച്ചൊന്നും അങ്ങോട്ട് പോകാനുള്ളൂ അവളുടെ വീട്ടിലേക്ക്. അപ്പോൾ ആ 2 കേക്കും ഡെലിവറി ചെയ്ത് അവർക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഈ കേക്കും ഫ്രൂട്ട് കേക്ക് നല്ല ഇഷ്ടമായി. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട് എങ്കക്കാട് ഉത്രാളിക്കാവിൻ്റെ ബാക്കിൽ അങ്ങനെ അവിടേക്ക് ഇട്ടാണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഓർഡർ 1-2 വട്ടമൊക്കെ അവൾ തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്താ പറയുക ഓട്ടുപാറയിൽ കൊടുത്തിട്ട് അവിടുന്ന് ഓട്ടുപാറയിൽ ഏതോ ഒരു ബസ്സിൽ കൊടുത്തയച്ചാൽ അവളുടെ ഹസ്ബൻഡിലേക്ക് വാങ്ങിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുപോലെ ആശയും നമ്മുടെ സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. അവളെപ്പോഴും ഓർഡർ തരാറുണ്ട് കേക്കിന് കേട്ടോ. അങ്ങനെ എന്താ പറയുക, ആ കേക്കിൻ്റെ അതേ മോഡലിലല്ല കേട്ടോ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അത് വേറൊരു മോഡലിൽ അപ്പം തോന്നുന്ന അതേ മോഡലിൽ ജസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യുക ചെയ്യണത് കേട്ടോ. ഫ്രൂട്ട് കേക്കിന് ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് ഇന്നമാതിരി ചെയ്യണം അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ ചോട്ടിൽ ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സുകളേക്ക് മുകളിൽ സെറ്റ് ചെയ്യുക. അതായത് ഉള്ളിൽ ഏതൊക്കെ ഫ്രൂട്ടാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ മുകളിൽ അതേ ഫ്രൂട്ട്സുകൾ നമ്മൾ ആഡ് ചെയ്യുക ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ പ്രവീണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ മോളും വന്നു. അവളുടെ മോളും എൻ്റെ മോളും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പ്രവീണിൻ്റെ അടുത്തും വർത്തമാനം പറഞ്ഞിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. വീട്ടിലെത്തുമ്പോൾ നല്ല ലേറ്റായി. അങ്ങനെ പിന്നെ ചേലക്കരയിലൊന്ന് പോണ്ടി വന്നു കേട്ടോ. അവിടെ വീട്ടിൽ നിന്ന് വരുന്നെങ്കിൽ ചേലക്കരയിലും പോയിട്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും. പക്ഷെ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ നന്നായി നോക്കേണ്ടതുണ്ട് കേട്ടോ. നമ്മളെ നന്നാക്കാനും കേടുവരുത്താനും എല്ലാം പറ്റുന്നവരാണ് നമ്മുടെ ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുക, നഷ്ടങ്ങളിൽ പതറാതിരിക്കുന്നവരാണ്, അതിൽ പെടാതെ അതേപോലെ അതിൽ ഈ പറഞ്ഞ പോലെ നല്ലവരും പൊട്ട ഫ്രണ്ട്സിനെയും നമ്മൾ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വേണം. അതിൽ വിജയിച്ചാൽ തന്നെ നമുക്ക് എല്ലാത്തിലും ഒരു വിജയം കൈവരുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഞാനും മടി പിടിച്ചിരുന്നിരുന്ന ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. അതായത് അങ്ങനെ രാവിലെ എണീറ്റ ഫേസ്ബുക്ക്, വാട്സപ്പ്, TV, വീട്ടിലത്തെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് ഇരിക്കുക ചെയ്തിരുന്നത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ അവർ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തിട്ടാണ്, നീ വെറുതെ ഇരുന്നിട്ട് എന്താ, ഞാൻ പറഞ്ഞിരുന്നല്ലോ അതൊരു വീഡിയോയിലും ആ കഥകളും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒക്കെ മോട്ടിവേഷനും അവരൊക്കെയും പ്രേരണയും കൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പോയത് തന്നെ. അതൊക്കെയും അതേപോലെ നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ്. പൊട്ട ഫ്രണ്ട്സാണെങ്കിൽ നമ്മളെ കുഴിയിൽ ചാടിക്കല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവിടുത്തെ 2 ഫ്രണ്ട്സിൻ്റെ കേക്കുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കഥകൾ പറഞ്ഞു വന്നപ്പോൾ ഫ്രണ്ട്സിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കേക്കും ഓൾമോസ്റ്റ് കഴിയാറായി. പിന്നെ എന്താ പറയുക, വീഡിയോസൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ ബെല്ലൈക്കൺ അമർത്തണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും അതേപോലെ ഓർഡറുകളും കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ചൂട്, ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കെയർഫുള്ളായിരിക്കണം. അതേപോലെ ഉച്ച സമയത്തേക്ക് മാക്സിമം എല്ലാവരും റെസ്റ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കണം കേട്ടോ. എന്താ പറഞ്ഞാൽ അത്രയും ചൂടല്ലേ. ഞങ്ങളൊക്കെ ഉച്ചയ്ക്കൊരു 1 മണി സമയത്ത് ഇപ്പോൾ എല്ലാവരും 1 മണി മുതൽ ഒരു 3-4 മണി വരെ ഇപ്പോൾ ആരും പുറത്തിറങ്ങാറില്ല. അത്രയും ചൂടാണ് 1 മണി. എനിക്ക് അത്യാവശ്യം മോളുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ വീട്ടിൽ കയറിയ പിന്നെ
മാക്സിമം പുറത്തിറങ്ങാതിരിക്കുകയാണ് ചെയ്യാറ്. നമുക്ക് എന്താ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നമ്മൾ പേപ്പറിൽ വായിക്കുന്നുണ്ടല്ലോ, ചൂട് കാരണം വരുന്നതും. ഇപ്പോൾ നമ്മുടെ മഴയ്ക്കും ദുബായിൽ പോയി തോന്നുന്നു. മോനും അനിയനൊക്കെ ഇപ്പോൾ അവിടെ നല്ല മഴ എന്നാണ് പറയണത്. അത് എന്ത് പറ്റിയെന്നറിയില്ല. നമുക്ക് ഇപ്പോഴൊക്കെ ഒരു വേനൽമഴയ്ക്ക് നല്ല മഴകളൊക്കെ കിട്ടാറുണ്ട് അല്ലേ. നമുക്ക് മഴകളൊക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ ഒരുവിധം എന്താ പറയുക അവസാനിച്ചിട്ടുണ്ട്. ഇതും ഈ പറഞ്ഞതുപോലെ ഇതിലും ഇതേപോലെ നട്ട്സും അതേപോലെ ഉള്ളിലെല്ലാം മറ്റേ കേക്കിൽ നമ്മൾ ചെയ്തില്ല അതേപോലെ തന്നെ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ഫ്രൂട്ട്സൊക്കെയും വെച്ചിട്ട് ലെയർ ചെയ്തിട്ടാണ് പിറ്റത്തെ എന്താ പറയുക സ്ലൈസ് ചെയ്ത് വെച്ച് ക്രീം കോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ എന്താ കേക്ക് ഉണ്ടാക്കാതെ അറിയാത്തവർക്കും ഫ്രൂട്ട്സ് കേക്ക് ഉണ്ടാക്കാൻ, അതായത് നമ്മൾ മുകളിലത്തെ എന്താ പറയുക ക്രീം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാൻ അങ്ങനെ ശരിയാവണില്ല എന്നുള്ളവർക്കും ഈ ഫ്രൂട്ടുകൾ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെ അടിയിൽ നമ്മൾ ക്രീമൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഫ്രൂട്ട് കേക്ക് നല്ലതാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും ചെയ്യും. കുട്ടികൾക്കൊക്കെ നല്ല ഫ്രൂട്ട്സൊക്കെ വേനലല്ലേ, അപ്പോൾ അവർ കുട്ടികൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ കേക്കൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഞാൻ വീണ്ടും 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 പറയാണ്, എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെയും വെക്കേഷനല്ലേ, അപ്പോൾ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ബെസ്റ്റ് കേക്കാണ് ഫ്രൂട്ട് കേക്ക്. അതുകൊണ്ട് തന്നെ ഒരിടയ്ക്ക് ഒരുപാട് ഫ്രൂട്ട് കേക്കിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫ്രൂട്ട് കേക്കിനൊക്കെ ഓർഡർ കുറവാണ്, പക്ഷെ അടിപൊളി കേക്കാണ്. ഈ 2 ഫ്രണ്ട്സും കഴിച്ചിട്ട് അവർക്കൊക്കെ നല്ല ഇഷ്ടമായി എന്ന് പറഞ്ഞ് തന്നെ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിന് അതിൻ്റെ ഒരു കര കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭംഗിയല്ലേ കേക്കിന്. എന്നിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഓരോ ഫ്രൂട്ട്സുകൾ വെച്ചിട്ട് എന്താ പറയുക, അതായത് ചുവപ്പും പച്ചയും കളറ് മുന്തിരികൾ കേട്ടോ. അത് പിന്നെ ഞാൻ പ്രത്യേകം പറയണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മുന്തിരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുരു ഇല്ലാത്ത മുന്തിരി വേണം നമ്മൾ ഫ്രൂട്ട് കേക്കിന് വാങ്ങാൻ. ഒരിക്കലും കുരു ഉള്ള മുന്തിരി നമ്മൾ ഫ്രൂട്ട് കേക്കിന് വാങ്ങാനേ പാടില്ല കേട്ടോ. പിന്നെ അറ്റ്ലീസ്റ്റ് ഇത് കിട്ടണില്ല, തീരെ മുന്തിരി കുരുവില്ലാത്ത മുന്തിരി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുള്ള മുന്തിരി വാങ്ങിയിട്ട് മധുരമുള്ള മുന്തിരി തന്നെ നോക്കി വാങ്ങണം. പുളിപ്പുള്ള മുന്തിരിയൊന്നും ഫ്രൂട്ട് കേക്കിൻ്റെ രസം ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ കുത്തി കളയന്നെ വേണം, കുത്തിയിരുന്നിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുരുമില്ലാത്ത മുന്തിരി വാങ്ങാൻ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് ഫ്രൂട്ട് കേക്ക് കഴിക്കുമ്പോഴും അതേപോലെ കേക്കിനും ടേസ്റ്റ് വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുന്തിരിയും അതേപോലെ സ്ട്രോബെറി കിവി അതിൻ്റെ സ്ട്രോബെറിയുടെ കുഞ്ഞൊരു പുളിപ്പുണ്ടാവില്ലേ, അതും കിവിയുടെ ഒരു ടേസ്റ്റും എല്ലാം കൂടി കലരുമ്പോൾ അടിപൊളി കേക്കാണ്. അതുപോലെ ആപ്പിളും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഈ കേക്കുകൾ ട്രൈ ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത കേക്കുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഞാൻ ഒരുപാട് പ്രാവശ്യമായി പറയണമെന്ന്, കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ എനിക്ക് എന്താ പറയുക, കുറേ പേര് കാണുന്നുണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബ് ആയിട്ടില്ല. 1000 പേരെങ്കിലും ആയാലല്ലേ എന്താ പറയുക പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രൂട്ട് കേക്കിന് ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു എന്താ പറയുക സിൽവർ കളറൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മറ്റേ കേക്കിന് ചെയ്ത് കൊടുത്തോ. അത് എന്താ പറയുക നമുക്ക് കേക്കിനൊരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാനും നല്ല എളുപ്പമാണ്, നല്ല എളുപ്പമുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് പുതിയ വേറെ ഡെക്കറേഷൻ ചെയ്തിട്ട് ടൈമൊന്നും കളയണ്ട. ഇങ്ങനെ ഫ്രൂട്ട്സുകൾ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെയും വെയിറ്റ് ഞാൻ കാണിച്ചു തരാം. ഈ കേക്കും ആ കേക്കും 1.5 കിലോ,
ഇതിന് കുറച്ച് ഒരു 50 ഗ്രാം കുറവുണ്ട് കേട്ടോ. ഓക്കെ.